RCB മക്കളെ, RCB സെക്കൻഡ് കപ്പ് ലോഡിങ്. ഓക്കെ, WPL 2026 ഇതാദ്യമായിട്ട് ഒരു ടീം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. വാവ്, 5 കളി 5 വിജയം. എല്ലാവരും ഒന്നിനൊന്ന് കളിക്കുന്നു എന്നുള്ളതാണ് ആ ടീമിൻ്റെ പ്രത്യേകത. അതായത് ഒരു യൂണിറ്റി ഉണ്ട് ആ ടീമിന്. ആ ടീമിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് അല്ലേ. അത് അങ്ങനെ എല്ലാം കൂടി ഒത്തു വരുമ്പോഴാണ് ഈ വിജയങ്ങളും കൂടെ വരികയും അതിങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ എത്തുക. ആ ഒരു പോക്കിലാണ് ഇപ്പം നിലവിൽ RCB ഉള്ളത്. ഇനി മറുത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാനുള്ളൂ. ഇന്നലെ ഗുജറാത്ത് ജയൻസിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തുകൊണ്ടാണ് RCB ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്നലത്തെ മത്സരത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വരെ മത്സരം നടന്നിരുന്നത് നവി മുംബൈയിലായിരുന്നെങ്കിൽ ഇന്നലെ മുതലുള്ള മത്സരങ്ങൾ, ഇനി ഈ ലീഗ് മത്സരങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് വഡോദരയിൽ വെച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് പിച്ചിലും ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നവി മുംബൈൻ്റെ അത്ര ബാറ്റിങ്ങിനെ തുടക്കുന്ന പിച്ചായെന്ന് തോന്നുന്നില്ല. തുടക്കത്തിലെ RCBയുടെ 2 വിക്കറ്റ് പോയി. പിന്നെ സ്മൃതി മന്ദാനയും ഗൗതമി നായിക്കും കൂടിയിട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത് അങ്ങനെ കയറ്റിക്കൊണ്ട് വന്നത്. ആക്ച്വലി ഇന്നലത്തെ ഈ 178 എന്ന RCBയുടെ സ്കോറിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൗതമി നായിക്കാണ്. നമ്മൾ അങ്ങനെ അധികം കേട്ടുപരിചിതമല്ലാത്തൊരു പേരാണെങ്കിലും നല്ല കിടിലൻ പ്ലെയറാണ്, ഒരു ഇന്ത്യൻ പ്ലെയറാണ്. 55 കൂടി 73 റൺസാണ് അവരെടുത്തത്, 7 4 1 6. പിന്നെ റിച്ച ഘോഷ് ആസ് യൂഷ്വൽ അവരുടെ ഒരു പെർഫോമൻസ് നടത്തിപ്പോയി. പിന്നെ അവസാനം രാധാ യാദവിൻ്റെ ചെറിയൊരു വെടിക്കെട്ട്, അങ്ങനെയാണ് 178 178 അപ്പിച്ച് നല്ലൊരു സ്കോറാണ് കേട്ടോ. കാരണം ഗുജറാത്ത് ജയൻസിൻ്റെ ബാറ്റിംഗ് കണ്ടറിയാം, അവർ ആകെ പതറിപ്പോവുക. അവർക്ക് കിടിലൻ ബാറ്റ്സ്മാൻമാരുള്ളതാണ് നിങ്ങൾക്കറിയാലോ. സോഫി ഡിവൈന്, ബേത്ത് മുണി ഒക്കെ അസാമാന്യ പ്ലേയേഴ്സാണ്. പക്ഷേ സോഫി ഡിവൈൻ ബെക്കാണ് ഇന്നലെ. ഈ പറയുന്ന ആളുകൾക്കൊന്നും തിളങ്ങാൻ കഴിയില്ല. ആകെ ആഷ്ലി ഗാർഡനറിന് മാത്രമേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ RCBയുടെ ബോളേഴ്സ് നമുക്കറിയാലോ. ആദ്യം തന്നെ അറിയാൻ വരുന്നത് നമ്മുടെ മനസ്സൊക്കെ കുളിർപ്പിച്ചുകൊണ്ട് ലോറ ബെല്ലാണല്ലോ. ലോറ ബെൽ ഒരു അസാമാന്യ ബൗളറാണ്. ഇത്രയും സ്വിങ് ചെയ്യാൻ കഴിവുള്ളൊരു ബൗളർ പുരുഷ ക്രിക്കറ്റിൽ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല. ജെയിംസ് ആൻഡേഴ്സണൊക്കെ ഇതുപോലെ സ്വിങ് ചെയ്യിക്കുന്നുണ്ട്. അമ്മാരി സ്വിങ് അല്ലേ ബോൾ. അത് തന്നെ ഇന്നലെ നടത്തി. തുടക്കത്തിൽ അവരുടെ ഒരു ബൗൾഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഡി ക്ലാർക്ക് ഉണ്ട്. അവരുടെ ഉത്തരവാദിത്തം ഒരു ബാറ്റിങ്ങിലാണെങ്കിലും ബോളിംഗ് ആണെങ്കിലും നടത്തിയിരിക്കും. ഇന്നലെ 4 ഓവറിൽ 17 2. പിന്നെ സയാലി സാദ്ഗരെ 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എറിഞ്ഞവരൊക്കെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 61 റൺസിൻ്റെ കൂറ്റൻ വിജയം RCB സ്വന്തമാക്കി അടുത്ത റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്.